പ്രൈസ് ദി ലോർഡ്. കർത്താവിന് തന്നെ നാം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ഇത് ദൈവകോപമോ എന്ന ടൈറ്റിലിൽ ഇതിൻ്റെ ഒരു ഒന്നാം ഭാഗം, ഫസ്റ്റ് പാർട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ്, ബാക്കി ഭാഗമായിട്ടാണ് പറയുന്നത്. അതായത് വളരെ റെലവൻ്റായി ഉണ്ടായ ഒരു വിഷയമായിട്ട് ആസ്പദമാക്കി അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ലോസ് ആഞ്ചലീസ് എന്ന സ്ഥലത്തുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പല വിശ്വാസികൾ, പാസ്റ്റർമാരൊക്കെ അമേരിക്കയിൽ ഇത് ദൈവത്തിൻ്റെ കോപമാണ്, അവർക്ക് ഇത് കിട്ടിയത് സുഡാപ്പിയുടെ കയ്യിൽ നിന്ന്, മുസ്ലിം മത തീവ്രവാദികൾ ഇതിനെ വലിയ ആഘോഷമാക്കി. പാകിസ്ഥാനിലും മറ്റ് പല ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ഇതിനെ വലിയ ഈ ദുരന്തത്തെ അങ്ങ് ആഘോഷമാക്കി. എന്നാൽ ഇവരുടെയൊക്കെ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനിലൊക്കെ വലിയ ഫ്ലഡ് ഉണ്ടായപ്പം ഒരുപാട് ലോക രാജ്യങ്ങൾ അവരെ സഹായിച്ചത് ഇത് ക്രൈസ്തവമായ ഒരു കാഴ്ചപ്പാടല്ല. അവരെ സഹായിച്ച ഒരുപാട് രാജ്യങ്ങൾ അവർ മറന്നു. ബംഗ്ലാദേശ് മറന്നു. കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പല ജില്ലകളിൽ താമസിക്കുന്ന ആൾക്കാർ ആഘോഷമാക്കി. അതോ കണ്ടിട്ട് വിവരം കെട്ട കുറേ ഉപദേശിമാർ, കുറേ പാസ്റ്റർമാരും വിശ്വാസികളും അങ്ങ് പ്രസംഗങ്ങളും വീഡിയോകളും ഒക്കെ ചെയ്യാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കോപമാണ്. പ്രിയമുള്ള ഒരു ദുരന്തത്തെ ആഘോഷമാക്കുന്നതല്ല ദൈവികം. ഇവിടെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ഭാഗത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത്, നമ്മുടെ കർത്താവിന് ഫേവറിസം ഉണ്ടോ? കർത്താവിന് മുഖപക്ഷമുണ്ടോ? കർത്താവ് ഒരു പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. കർത്താവ് ഒരു ദുരന്തം ഉണ്ടാകുമ്പം അവിടെ ക്രൈസ്തവരെ, പ്രത്യേകിച്ച് ബന്ധുക്കോസുകാരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ വീട്ടിലൊന്നും വരാം, ബാക്കി എല്ലായിടത്തും സംഭവിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്നത്. ഞാൻ നിങ്ങളൊരു വാക്യം വായിച്ചേൽപ്പിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം, കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ അതിൻ്റെ 43 മുതലുള്ളതായ വാക്യങ്ങളാണ്. 48 മുതലുള്ള വാക്യങ്ങൾ ബൈബിളിൽ നിന്നാണ് ഞാൻ ഈ വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. ഇതെൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയല്ല. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് പഴയ നിയമത്തിലെ പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന വ്യവസ്ഥയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് ആ ജനസമൂഹത്തോട് പറയുകയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നുവല്ലോ. അതായത് കർത്താവ് പറയുകയാണ്, എനിക്ക് യാതൊരു ഫേവറിസവും നല്ലവരോടും ദുഷ്ടന്മാരോടും രണ്ട് മുഖമില്ല. അത് മനുഷ്യർക്കാണ് ഉള്ളത്. ഞാൻ നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കും. ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരം സൂര്യനാണ്. അപ്പോൾ എല്ലാവർക്കും ദൈവം അത് തുല്യമായിട്ട് ചെയ്യുന്ന ആളാണ്. ഈ കർത്താവ് പറയുകയാണ്, ഞാൻ മഴ പെയ്യിക്കുമ്പം അത് നീതികെട്ടവരുടെ മേലും നീതിമാന്മാരുടെ മേലും വ്യത്യസ്തമായിട്ട്, നീതി കെട്ടവർക്ക് മഴ ഞാൻ കൊടുക്കാത്ത ദൈവവും നീതിമാന്മാർക്ക് മഴയും വെള്ളവും കൊടുക്കുന്ന ദൈവമല്ല. ഇതൊക്കെ ദൈവം എല്ലാവർക്കും ഒരുപോലെ. ഞാൻ ഈ പറയുന്ന സാരാംശം, നമ്മുടെ രാജ്യം നോക്കി, ഇന്ത്യ, അവിടെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ അതിൽ എത്ര പേരുണ്ട് വിശ്വാസികൾ? ഇനി നമ്മുടെ കേരളത്തിലെ 14 ജില്ല എടുക്കുക, എത്ര ജില്ല IAS ജില്ലാ കളക്ടർമാരുണ്ട് ഇവിടെ പെന്തക്കോസ് വിശ്വാസികൾ? എത്ര IPS ഓഫീസേഴ്സ് ഉണ്ട്? അപ്പോൾ എത്ര ഡോക്ടേഴ്സ് ഉണ്ട് നമുക്ക്? ഇനിയും ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ യൂസഫ് അലി അല്ലേ? ഇന്ത്യയിലെ വലിയ സമ്പന്നര് ഇവരൊക്കെ അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്. അതായത് യേശുക്രിസ്തുവാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. പ്രിയമുള്ളവരെ, അതാണ് നമുക്ക്, ആ യേശുവിലൂടെയാണ് നമുക്ക് നിത്യജീവനും നിത്യതയും ലഭിച്ചത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഇവിടെ ഫേവറിസ് ഒന്നും ചെയ്യുന്ന ദൈവമല്ല. എന്നിട്ട് താഴെ പറയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? താഴോട്ട് 42-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ. ഞാൻ പറയാൻ കാര്യം, ഈ ലോസ് ആഞ്ചലീസ് അതൊരു വലിയ ഒരുപാട് സെലിബ്രിറ്റീസുകൾ, ഹോളിവുഡും ബോളിവുഡും ഒക്കെ സ്ഥലമാണ്. ഒരുപാട് സമ്പന്നരധിക സ്ഥലമാണ്. അവിടെ
ഒരു സ്ത്രീയോ മറ്റോ പ്രസംഗിച്ചപ്പോൾ ഒരു ഹോട്ടലിൽ അവർ പറഞ്ഞു ദൈവമില്ല, അതുകൊണ്ട് ദൈവം അങ്ങനെയാണെങ്കിൽ റാന്നി പാലം താഴെ വീണത്. പണ്ട് ആരാണ്ട് പറഞ്ഞു ഒരു ബൈബിള് RSSകാർ ആരാണ്ട് വലിച്ചു കയറി അവിടെ വെച്ച് ഒരു ഉപദേശം എടുത്ത് വാങ്ങിച്ചു, അതുകൊണ്ടാണ്. എന്തോ ഒരു മടയത്തരമാണ് ഈ ലോകത്തിലെ റാന്നിയിലെ പാലം. എത്രയോ വലിയ ഡാമുകൾ അത് കൊളാപ്സ് ആയിരിക്കുന്നു, അത് പ്രകൃതി ദുരന്തം കൊണ്ടും അല്ലാതെയുമൊക്കെ അത് തകർന്നു പോയിരിക്കുന്നു, അത്ര ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അന്ന് പണിയിൽ വന്ന് പാകപ്പോഴും അതിന് ബേസ്മെൻ്റ് ഇട്ടത്, അതിന് ഉപയോഗിച്ച സിമെൻറ്റിൻ്റെ അതിൻ്റെ പണിയിൽ അല്ലെ മണൽ വാരലുണ്ടായ അടിസ്ഥാനപരമായിട്ടുണ്ടായ ബലക്ഷയങ്ങളൊക്കെയാണ് കാരണം. അവിടെ മുടക്കാൻ കൊടുക്കുന്ന പണത്തിൻ്റെ നല്ലൊരു ഭാഗം പൊളിറ്റീഷ്യൻസും അതുകൊണ്ടൊക്കെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ അടിച്ചു മാറ്റുക. എന്നോട് ഒരിക്കലും ഒരാൾ പറഞ്ഞാണ് 20% ടാറിങ്ങിനൊക്കെ അനുവദിക്കുന്ന തുകയുടെ ആകെ റോഡിൽ വരുന്നത്, ബാക്കി മുഴുവൻ വീതം വെച്ച് പോകുകയാണ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഇത് ഇളകിപ്പോകുന്നതിന് ഉത്തരവാദിത്വം ആരാണ്? ഇങ്ങനെയുള്ള പമ്പര വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ് തലമുറയെ കൂടി നമ്മൾ നശിപ്പിച്ചുള്ളൂ. നമ്മുടെ കർത്താവ് അങ്ങനത്തെ ഒരാളല്ല. നമ്മുടെ കർത്താവ് അങ്ങനെ ഫേവറിസം കാണിക്കുന്ന ഒരാളല്ല. അത് ഞാൻ നിങ്ങളോട് 1-2 കാര്യങ്ങളൂടെ പറയാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതായത് ഞാൻ നമ്മുടെ കേരളത്തിൽ മാത്രം സംഭവിച്ച ചില ദുരന്തങ്ങൾ, ചില വർഷങ്ങൾ സംഭവിച്ചെന്ന് ഓർപ്പിക്കാം. നമ്മളെപ്പോഴും പറയും 99 വെള്ളപ്പൊക്കം, അത് മലയാള വർഷമാണ്. അതായത് 1926 മലയാള വർഷമാണ് ഉണ്ടായൊരു വലിയ വെള്ളപ്പൊക്കം. എന്തുമാത്രം ആൾക്കാർ മരണപ്പെട്ടു, എന്തുമാത്രം നഷ്ടമുണ്ടായി. 1999 ശബരിമല സ്റ്റാമ്പേഡ്, അവിടെ വലിയൊരു ദുരന്തം ഉണ്ടായി വലിയ ജനസമൂഹത്തിൽ. 2011 ശബരിമല അവിടെ ക്രൗഡിൻ്റെ ക്രഷ് ഉണ്ടായിട്ട് അവിടെ വലിയ ദുരന്തമുണ്ടായി. 2018 കേരളത്തിലെ ഫ്ലഡ് എല്ലാവർക്കും ഓർമ്മയുള്ള 2018 വെള്ളപ്പൊക്കം. അവിടെ പിന്നെ അമ്പലത്തിലും വെള്ളം കയറി, താഴെ സ്ഥലത്തിരുന്നെടുത്ത പള്ളിയിലും വെള്ളം കയറി, പെന്തിക്കോസ്താരുടെ വീട്ടിലും വെള്ളം കയറി. ഒരുപാട് പെന്തിക്കോസ്താരുടെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ പോയ ഒരു വ്യക്തി കൂടെയാണ് ഞാൻ. സമുദായക്കാരുടെ വീട്ടിലും വെള്ളം കയറി. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭേദമന്യേ വെള്ളം പൊങ്ങിയപ്പം എവിടെയായിട്ടാണ് താഴ്ന്ന നിലം കിടക്കുന്നത് അവിടെ നീരോടും, അവിടെ വെള്ളം ചെല്ലും. അവിടെ യാതൊരു പേർ. എന്നാൽ ഇത് പെന്തിക്കോസ്താറിൻ്റെ വീട്ടിൽ കയറ്റുണ്ടാകുന്ന പറഞ്ഞ് ദൈവം വേറെ വഴി മാറ്റി വിട്ടില്ല. 2020 പെറ്റിമുടി ലാൻഡ്സ്ലൈഡ്, അവിടെ ഭൂമി ഇടിഞ്ഞതാണത്, മലപ്രദേശം ഇടിഞ്ഞത്. 2021 നിപ്പ വൈറസ് വന്ന് ഒരുപാട് പേര് മരിച്ചത്. 2019 ഉണ്ടായ അവസാന സമയം 20 ഉണ്ടായ COVID-19. അത് നമ്മളപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നാളെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ പിന്നെ ഡാം തകർന്നാൽ, അത് ഏത് രാജ്യത്താണെന്നല്ലോ എവിടെ ആയാലും ഒരു തകർച്ചയുണ്ടായാൽ അതിൻ്റെ അടിവാരത്ത് വെള്ളം എവിടെല്ലാം ചെല്ലുമോ, എങ്ങോട്ടാണ് ഭൂമി ചരിഞ്ഞു കിടക്കുന്നത് അവിടെല്ലാം വെള്ളത്തിൻ്റെ പാച്ചിലുണ്ടോ. അവിടെ ആരെല്ലാം താമസിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അത് മുഴുവൻ തകർത്തു പോകും. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ വസ്തുതയാണ് പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിൽ നിന്നും കൂടെ ഞാനൊരു ഒരു സംഭവം വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ ഒരിക്കൽ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചിലർ പറഞ്ഞു, അതായത് ഇങ്ങനെയാണ്, ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ, പിലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് യേശുക്രിസ്തുവിനോട് അറിയിച്ചു. അതിനാണ് ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇതനുഭവിക്കാൻ എല്ലാ ഗലീലക്കാരും പാവികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമോ? ക്രിസ്ത്യന്മാർക്കാണ്. പിലാത്തോസ് ചെയ്തൊരു വലിയ കടുങ്കയാണ്. ഗലീലക്കാരെ കൊന്നു, അവരുടെ ചോര എടുത്ത് യാഗങ്ങളോടുകൂടി കലർത്തി. എന്നിട്ട് ഇതിന് കർത്താവിൻ്റെ ചെവിയിൽ ആ വാർത്ത പറയുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ മരിച്ച അല്ലെങ്കിൽ അത് അനുഭവിച്ച എല്ലാ ഗലീലക്കാരും വെച്ച് പാപികളായിരുന്നെന്ന്? എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ മാനസാന്തരപ്പെട്ടില്ല, അങ്ങനെ സംഭവിക്കാം. അടുത്തായിട്ട് പറഞ്ഞു ഉടനെ കർത്താവ് ചോദിച്ചു, അല്ല, ശീലോഹോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം നമുക്കൊരു ദുരന്തം സംഭവിക്കുമ്പം ഒരു ആപത്തൊരാൾക്ക് സംഭവിക്കുമ്പോൾ ഒരു മരം കടപുഴുകി ഒരാളുടെ വീടിൻ്റെ മേറ്റ് മണ്ടയിൽ പതിക്കുകയോ ഒരു വാഹനം ഉണ്ടായി ഒരാൾ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ബൈബിൾ എടുത്തിട്ട് ഏതെങ്കിലും ഒരു വാക്യത്തിൻ്റെ അറ്റം പിടിച്ചിട്ട് ഏതെങ്കിലും സംഭവം അതിനെ ആഘോഷമാക്കാനുള്ളത് ക്രിസ്തീയ മനോഭാവമല്ല. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ഈ അമേരിക്കയിൽ നിന്നൊക്കെ എത്രമാത്രം മരുന്നുകൾ കയറ്റി അയച്ചിട്ടുണ്ട്, എന്തുമാത്രം വസ്ത്രങ്ങൾ കയറ്റി അയച്ചു, എന്തുമാത്രം പണം കൊടുത്ത് സഹായിച്ചു.
യൂറോപ്യൻ രാജ്യങ്ങൾ, ഈ ഇസ്ലാമിക് രാജ്യങ്ങൾ പാകിസ്ഥാനൊക്കെ എന്തുമാത്രം സഹായം ചെയ്തു. ഇനിയും ഇത് നമ്മൾ നല്ല ചർച്ചയിൽ ഇരിക്കുന്നെങ്കിൽ നമുക്കറിയാം 100 വർഷം മുമ്പ് കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു. 1913 കുക്ക് സാഹിബ്, റോബർട്ട് എഫ് കുക്ക് എന്ന് പറയുന്ന സാഹിബ് പെന്തക്കോസ് ഉപദേശവുമായിട്ട് കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾ 100 വർഷം പഴക്കമുള്ള കേരളത്തെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കണം. അന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതം അങ്ങനെ ആയിരുന്നു. ചെറ്റക്കുടിലുകൾ, കാളവണ്ടികൾ, സഞ്ചരിക്കാൻ വാഹനമില്ല, ചെറ്റക്കുടിലുകളായിരുന്നു. അവിടെ നിന്ന് നമുക്ക് വിദേശത്തു നിന്ന് ലഭിച്ച നന്മകളും ഇതും കൊണ്ടാണ് ഇന്ന് കാണുന്ന പള്ളികളും ചർച്ചുകളും സ്കൂളുകളും, ഇന്ത്യയിൽ കാണുന്ന ആയിരക്കണക്കിന് കോളേജുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ഇതെല്ലാം നിർമ്മിക്കപ്പെട്ടൊരു കാര്യം മനസ്സിലാക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വിൽ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരമാണ്. നന്മയും തിന്മയും വെച്ചിരിക്കുകയാണ്. ജീവൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം വെച്ചിട്ട് ആ തിരഞ്ഞെടുക്കാനുള്ളൊരു വിൽ ദൈവം വെച്ചിട്ട്, ഒരാളങ്ങനെ പറഞ്ഞതുകൊണ്ട് അവിടെ മരം തമ്മിൽ ഉരുമ്മി തീ പിടിക്കുന്നതാണ്. എല്ലാ വർഷവും തീ പിടിക്കും, വാഹനാപകടങ്ങളുണ്ടാകും. ഇവിടെ തീപിടുത്തങ്ങൾ സർവ്വസാധാരണമാണ്. ഇവിടുത്തെ നിർമ്മിതികൾ അങ്ങനെ തടി കൊണ്ടാണ്. അപ്പോൾ അവിടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത് ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് കാലിഫോർണിയ ഒരു വരണ്ട കാലാവസ്ഥ സ്ഥലമാണ്. അവിടെ മരങ്ങൾ തമ്മിൽ കൂട്ടി ഒരുമി തീ പിടിക്കുകയാണ്. ഇന്ത്യയുടെ 3 ഇരട്ടി വലിപ്പമുള്ള ഈ രാജ്യത്ത് കേവലം 34 കോടി ജനമേ ഉള്ളൂ. 140 കോടി ജനം വസിക്കുന്ന ഭാരതത്തിൻ്റെ അത്രയും വലിപ്പം കാണും ഇവിടുത്തെ വനമെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ തന്നെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ദൈവം കോപിക്കണമെങ്കിൽ ആദ്യം കോപിക്കേണ്ട ഇന്ത്യയോടല്ലേ. അവിടെയല്ലേ ഈ അന്യദൈവം ഏറ്റവും വെറുക്കുന്ന, ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അന്യ ദൈവങ്ങളെ, വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഹൈന്ദവ മതത്തിൻ്റെ ഏറ്റവും ശക്തമായൊരു രാജ്യമല്ലേ ഭാരതം. ഇപ്പം നിങ്ങൾ നോക്കുക, പ്രയാഗ്രാജ് അഥവാ പണ്ടത്തെ അലഹബാദ് എന്ന പേരുള്ള ഉത്തർപ്രദേശിലെ സ്ഥലത്ത് മഹാകുംഭമേള നടക്കുക. 144 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന മഹാകുംഭമേള, 12 വർഷത്തൊരിക്കലാണ് കുംഭമേള. 60 കോടി ജനം എത്തുമെന്ന് കണക്കാകുന്നത്. 45 കോടി ജനം വരുമെന്നൊരു നേരത്തെ കണക്കൂട്ടി 10 രൂപ കഴിഞ്ഞ്, അതായത് മൊത്തം അമേരിക്കയിലെ ജനസംഖ്യയേക്കാൾ അധികം വരും ഈ പ്രയാഗ്രാജ് എന്ന് പറയുന്ന, അലഹബാദ് എന്ന് പറയുന്ന അവിടെ കുംഭമേളയ്ക്ക് വരുന്ന ആൾക്കാർ മാത്രം. നിങ്ങൾ പത്രത്തിലോ അല്ലെങ്കിൽ ടി വിയിലോ കാണുന്ന ദിഗംബരന്മാർ, അതായത് വസ്ത്രം ധരിക്കാത്ത ഈ നാഗത്തെ ആരാധിക്കുന്ന നാഗ സന്യാസിമാരെ വസ്ത്രം ധരിക്കാതെ വന്നിങ്ങനെ ഇരിക്കുക. അവിടെ പുരുഷന്മാർ വരുന്നു, സ്ത്രീകൾ വരുന്നു. അവിടെ ചെന്ന് ഈ വിവസ്ത്രനായിട്ടിരിക്കുന്നവരെ ചെന്ന് കുമ്പിട്ട് നമസ്കരിച്ച് അവരിങ്ങനെ വെച്ച് അനുഗ്രഹിച്ച് വിടുക. ഈ നൂറ്റാണ്ടിൽ, ഈ 2025 മനുഷ്യന് ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ചൊവ്വയിലേക്കും സൂര്യനിലേക്കും ഒക്കെ ഉപഗ്രഹങ്ങളെ അയച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പം വർഷങ്ങൾക്ക് മുമ്പേ ചന്ദ്രനിൽ കാലുകുത്തി ജീവിക്കുന്ന ഇത്രമാത്രം അതിന്യൂനമായ എല്ലാ വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും അതിൻ്റെതായ നിലയിൽ ലോകം വികസിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇന്നും പശുവിനെ ദൈവമാണെന്ന് പറഞ്ഞ് അതിൻ്റെ മൂത്രം രാവിലെ പിടിച്ച് കുടിക്കുന്ന, അതിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന, മൃഗങ്ങളെ പുലി ദൈവമാണ്, കടുവ ദൈവമാണ്, സകലവും ദൈവമാണ്. ഈ അമേരിക്ക പോണക്കത്ത്, ബ്രസീൽ പോണക്കത്ത്, ലോകത്തിലെ അനേക രാജ്യങ്ങളിലെ മൊത്തം ജനസംഖ്യ എടുത്താൽ ഈ UP-യിൽ ഈ മഹാകുംഭമേളയ്ക്ക് വരുന്ന അത്രയും ജനമില്ല. അവിടെ വിവസ്ത്രരായിട്ട് സന്യാസിമാരിക്കുന്നു. അവിടെ ചെന്ന് കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ഈ അന്യദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നിടത്ത് അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം ദൈവത്തിൻ്റെ കോപം ഇറങ്ങിയാൽ പറ്റും. ഞാനിത് എല്ലാം പറഞ്ഞതിൻ്റെ കാരണം, റോമാലേഖനത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അതായത് ദൈവത്തെ മനുഷ്യൻ പരിജ്ഞാനത്തിൽ ധരിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ദൈവം പലരെയും നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചിരിക്കുന്നതായിട്ട് 1-ാം അധ്യായത്തിൽ റോമാലേഖനം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവർ ഉചിതമല്ലാതെ ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചൊരു കാര്യം എന്നാണെന്നറിയാമോ? 22-23-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി തീർത്തു. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, ആൻഡ് എക്സ്ചേഞ്ച് ദ ഗ്ലോറി ഓഫ് ദ ഇൻകറപ്റ്റബിൾ ഗോഡ് ടു ആൻ ഇമേജ് ഓഫ് കറക്റ്റബിൾ മാൻ.
അതായത് കറപ്റ്റബിളായിട്ടുള്ള പിന്നെ ഒരു മനുഷ്യനോട് അവർ ഇൻകറപ്റ്റബിളായിട്ടുള്ള ഒരു ദൈവത്തെ അതിൻ്റെ രൂപസാദൃശ്യമാക്കി അവർ മാറ്റിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നത്, ദൈവം അമേരിക്കയിൽ ഒരാളങ്ങ് പറഞ്ഞതുകൊണ്ട് കാട്ടു തീ വെച്ചു. എല്ലാ വർഷവും ഉണ്ടാകുന്ന സുഹൃത്തെ, ഈ വർഷം പസഫിക് സമുദ്രത്തിൽ നിന്ന് അടിച്ച കാറ്റിൻ്റെ വേഗത 160 കിലോമീറ്റർ ആയതുകൊണ്ട് ഇത് അമേരിക്ക പോകണക്ക് അവിടെ ഇതിനു വേണ്ടി തന്നെ ഒരു എയർപോർട്ടുണ്ട്. എയർ ക്രാഫ്റ്റുകൾ വെള്ളം ഇത് സ്പ്രേ ചെയ്യാനുള്ള എയർ ക്രാഫ്റ്റുകളുണ്ട്. ഇതിപ്പോൾ ഇന്ത്യയിലാണ് മൊത്തം കത്തിപ്പോകാൻ. അതിനുള്ള സംവിധാനം ഇന്ത്യയിലുള്ളതെന്ന് ആദ്യം ചിന്തിക്കണം. അമേരിക്ക പോകണക്ക് ലോകത്ത് തന്നെ ഒന്നാം കിട രാജ്യമായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യമായതുകൊണ്ടാണിത് ഈ 45,000 ഏക്കർ വ്യാപിച്ച് തീയെ കെടുത്താനായിട്ട് കഴിയുന്നത്. ഇത്ര മാത്രമേ ഇവിടെ ആളപായം ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ആ തേജസ്സിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് ക്ഷയമുള്ള മനുഷ്യനോട്, അതായത് ഇപ്പം നമ്മുടെ LKG പിള്ളേർ, അവൻ എന്നെ ഞുള്ളി, ഞാൻ അവനെ മാന്തി, അവൻ എന്നെ അടിച്ചു, ഞാൻ അവളെ തിരിച്ചടിച്ചു. നമ്മൾ ദൈവത്തിൻ്റെ ആ തേജസ്സിനെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ആരാണ് ദൈവം എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനെ ഉടനെ ഒരു കൊച്ചുകുട്ടിയെപ്പോൾ ഓടി ചെന്ന് പ്രതികാരം ചെയ്യുന്നൊരു ദൈവത്തെ അല്ല കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ കൂടെ നമ്മൾ കാണുന്നത്. ഞാൻ ഹോശേയ പ്രവചനത്തിൽ കൂടെ ഒരു വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഹോശേയ പ്രവചനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം, പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ ഞാൻ നിന്നെയും ത്യജിക്കും. ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മൈ people are destroyed from the lack of knowledge. Because you have rejected knowledge, I also reject you as my priest. അതായത് പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം നശിച്ചു പോവുകയാണ്. ദൈവം പറയുകയാണ്, നീ പരിജ്ഞാനം റിജക്റ്റ് ചെയ്തുകൊണ്ട്, ത്യജിച്ചുകൊണ്ട് ഞാൻ നിന്നെയും എൻ്റെ പുരോഹിതനായിരിക്കാതെ വണ്ണം, നീ ദൈവത്തിൻ്റെ ഇടയനായിരിക്കാതെ വണ്ണം ഇതാണ് നീ പഠിപ്പിക്കുന്നതെങ്കിൽ, ഇതാണ് വീഡിയോ ഇടുന്നെങ്കിൽ, ഇതാണ് ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നെങ്കിൽ ദൈവം നിന്നെ ത്യജിക്കും. കാരണം ആ ദൈവമല്ല ഞാൻ സേവിക്കുന്ന ദൈവം. അതായത് ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു കർത്താവ്, നിൻ്റെ അയൽക്കാർ നിന്നെപ്പോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ചൊരു കർത്താവ്, ദുരന്തത്തെ ആഘോഷമാക്കാനല്ല നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്, ദുഃഖിക്കുന്നവരെയും അനാഥരെയും വിധവരെയും സംഘടിച്ച് ചെന്ന് കാണാൻ പഠിപ്പിച്ചത്. ഇല്ലേ, നമ്മുടെ കർത്താവ് പറഞ്ഞു, ഈ എരിഹോയിലേക്ക് പോയ യാത്രക്കാരൻ അർദ്ധനപ്പാനെ കണ്ടപ്പോൾ അവനെ ശുശ്രൂഷ ചെയ്തൊരുവനെ പോലെ, വിശന്നിരിക്കുന്നവനെ, രോഗിയെ തടവിൽ ചെന്ന് കാണുന്ന രോഗിയെ ശുശ്രൂഷിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറണം, ദൈവസ്നേഹമായിരിക്കണം. ഇവിടെ നമ്മുടെ രാജ്യം ഇതുപോലൊക്കെയുള്ള വലിയ ക്രൈസിസ് അഭിമുഖീകരിച്ചപ്പോൾ ഇന്ന് ഈ രാജ്യങ്ങളൊക്കെ സഹായിച്ചിട്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ആയിരിക്കുന്നത്. ഈ രാജ്യങ്ങളിലെ മിഷണറിമാർ വന്നിട്ടാണ് നമുക്ക് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ, ഒരു ആതുര സേവനത്തിൻ്റെ ഒക്കെ സൗകര്യം ലഭിച്ച് നമ്മൾ മറന്നു പോകാതിരിക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.